കോഴിക്കോട് കാരശ്ശേരി ബാങ്ക് ചെയർമാനെതിരെ നടപടി. KPCC അംഗം NK അബ്ദുറഹ്മാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ബാങ്ക് ഭരണം അട്ടിമറിക്കാൻ CPIയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചാണ് നടപടി. അതിനിടെ ചെയർമാനും ബാങ്ക് മാനേജറും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായേക്കും. ബാങ്കിലെ ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ച അവധി ദിവസം രാത്രി 800-ലേറെ A ക്ലാസ് മെമ്പർഷിപ്പുകൾ അനധികൃതമായി ചേർത്തുവെന്നാണ് പരാതി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിനോജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കാണ് കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി ബാങ്ക്. ഈ ബാങ്കിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് 800-ലധികം A ക്ലാസ് മെമ്പർഷിപ്പ് നൽകിയതായി കണ്ടെത്തിയത്. അതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്ക് ഉപരോധിച്ചിരുന്നു. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ബാങ്കിൽ ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് KPCC അംഗവും ഈ ബാങ്കിന്റെ സഹകരണ ബാങ്ക് ചെയർമാൻ കൂടിയായ NK അബ്ദുറഹ്മാൻ ഇപ്പോൾ KPCC പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നത്. അതായത് ഈ 800-ലധികം പുതിയ മെമ്പർഷിപ്പ് നൽകിയിരിക്കുന്നത് CPM പ്രവർത്തകർ ആണെന്നാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാങ്കിന്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ ചേവാർ സർവീസ് സഹകരണ ബാങ്കിൽ സംഭവിച്ചതുപോലെ തന്നെ കാരശ്ശേരി ബാങ്കിന്റെ ഭരണം കൂടി CPMലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി KPCC അംഗമായ NK അബ്ദുറഹ്മാൻ ജീവനക്കാരുടെ ലോഗിൻ ID അവരുടെ അനുമതി ഇല്ലാതെ വാങ്ങി പുലർച്ചെ ഉപയോഗിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.